ഒരു കാലത്ത് താരസുന്ദരിയായ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയാണ് ദിവ്യ ഉണ്ണി. ഇപ്പോൾ വിവാഹം കഴിച്ച് ഭർത്താവിനും മക്കൾക്കുമൊപ്പം അമേരിക്കയിൽ താമസിക്കുകയാണ് നടി. ഇടയ്ക്ക് കേരളത്തിലേക്ക് വരാറുണ്ടെങ്കിലും അഭിനയത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ നൃത്തവുമായി സജീവമായിരിക്കുകയാണ് ദിവ്യ. ഇപ്പോഴത്തെ തൻ്റെ പേര് ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു ആരോപണത്തിന് മറുപടിയുമായി വന്നിരിക്കുകയാണ് നടി. UAE ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് നടൻ കലാഭവൻ അപമാനിച്ചുവെന്ന വിഷയത്തിൽ ദിവ്യ ഉണ്ണി വ്യക്തത വരുത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ ഇപ്പോഴും വാർത്തകളിൽ നിറയുന്ന സംഭവമായിരുന്നു ഇത്. വിനയൻ്റെ സംവിധാനത്തിൽ പറഞ്ഞ ചിത്രമാണ് കല്യാണ സൗന്ദര്യം. ഈ ചിത്രത്തിലൂടെയാണ് ദിവ്യ ഉണ്ണി നായികയെ അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിൽ ദിവ്യയുടെ മുറച്ചെറുക്കനായിട്ടാണ് കലാഭവൻ മണി അഭിനയിച്ചത്. ഒരു പാട്ടുരംഗത്തിൽ ഇരുവരും പ്രണയിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഗാനരംഗം ചിത്രീകരിക്കുന്ന സമയത്ത് ഈ കർമ്മൻ്റെ കൂടെ അഭിനയിക്കാൻ ഞാനില്ലെന്ന് നടി പറഞ്ഞതായും അങ്ങനെ ആ പാട്ട് സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്നുമാണ് അന്ന് പ്രചരിച്ച റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. ഇടയ്ക്കിടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച് തുടങ്ങിയോടെ ദിവ്യ ഉണ്ണിക്ക് നേരെ വ്യാപക വിമർശനം ഉയർന്നു വന്നു. സത്യത്തിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നാണ് നടി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കാരണം പ്രധാനമായും ഈ കമൻറ്റുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് വെറും ജസ്റ്റിഫിക്കേഷൻ പോലെയാകും. നമ്മൾ നമ്മുടെ ഭാഗം പറയുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മണിച്ചേട്ടൻ പോയില്ലേ, അദ്ദേഹവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ നാളത്തെ ബന്ധമായിരുന്നു. ആദ്യത്തെ സിനിമ മുതൽ എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആത്മാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനുള്ള മറുപടി അവർ അറിയിക്കുന്നില്ലെന്ന് തോന്നുന്നു. മറുപടി നമ്മുടെ സമയം അവർ അറിയിക്കുന്നില്ല. മാത്രമല്ല ഇത്തരം നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ ഒരിക്കലും നോക്കാറില്ലെന്നും അഭിമുഖത്തിൽ ദിവ്യ ഉണ്ണി പറയുന്നു. കല്യാണ സൗന്ദര്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായികയായി അഭിനയിക്കുന്നത്. ആ സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. യൂണിറ്റ് ടെസ്റ്റൊക്കെ നടക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ ഷൂട്ടിങ്ങും നടന്നിരുന്നത്. അമ്മ ടീച്ചറായതുകൊണ്ട് സെറ്റിലിരുന്നും പഠിക്കാൻ നിർബന്ധിക്കും. രാവിലെ പോയി പരീക്ഷ എഴുതിയതിന് ശേഷമാണ് സെറ്റിലേക്ക് എത്തുന്നതെന്നും നടി ഓർമ്മിപ്പിക്കുന്നു. അതേസമയം തൻ്റെ അച്ഛൻ്റെ വിയോഗത്തെപ്പറ്റി നടി സംസാരിച്ചിരിക്കുകയാണ്. അന്ന് രാവിലെയും സംസാരിച്ച ആൾ ഇനി മുതൽ കൂടെ ഇല്ലെന്ന് അറിയുന്നത് വളരെ ഷോക്കായിരുന്നു. അച്ഛന് കുടുംബമായിരുന്നില്ല, മക്കൾ, ഭാര്യ, സഹോദരങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഇനിയില്ലെന്ന് പറയുമ്പോൾ അത് ചിന്തിക്കുന്നതിനപ്പുറം വേദനയാണെന്ന് ദിവ്യ ഉണ്ണി സൂചിപ്പിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്.